അയ്യോ ഇതാരാ ജോക്കിയോ ഇത് എപ്പോ വന്ന് നീ ഇങ്ങോട്ട് വന്നേ ഒരു കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് പൂവൊക്കെ കൊണ്ട് നിന്റെ അമ്മായിക്ക് കൊടു വാ ഞാനൊരു കാര്യം പറയട്ടെ അല്ല ഞാൻ ഇങ്ങോട്ട് കേറി വരുന്ന സമയത്ത് ഞാൻ തമന്നയുടെ കണക്ക് വയറും കാണിച്ചു തോന്നി അല്ലല്ലോ അല്ല ജോക്കി അങ്ങനെ എപ്പോഴും വരാറില്ലല്ലോ അപ്പൊ കാണുമ്പോ ഒരു എക്സൈറ്റ്മെന്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്തതാ. അല്ല ഇതെന്തോ മറ്റേ പബ്ബി ഇപ്പൊ ഡ്രസ് ഒക്കെ ഇട്ടോണ്ട് ജോക്കി ഞാനിപ്പോ ഇങ്ങനെയാ നടക്കാറ്. ഇവിടുത്തെ ജെൻസി പിള്ളേർ കൂടെ പിടിച്ചിരിക്കണ്ടേ. ഞാനൊരു ജെൻസി ആണല്ലോ. മറ്റേ അവന്റെ കാര്യം അന്ന് പറഞ്ഞത് സിറ്റിയിൽ ആരൊക്കെ ഉണ്ട്? സിറ്റിയിൽ ആരൊക്കെ ഉണ്ടോ? നമ്മുടെ ഗാംഗിൽ ആരൊക്കെ ഉണ്ട്? നീകരാത്മ, ചന്ദ്രൻ, ജുഗ്രു, സൂപ്പർമാൻ, ആഷ്, അപ്പുകുട്ടൻ, LX2, തക്കുട വീട്ടിൽ വാസു. ഇത്രയും പേരേ ഉള്ളൂ. ആ ഒരു കാര്യം ചെയ്യ്, മറ്റേ കൊച്ചുണ്ടോ സിറ്റിയില്? അതാ പറഞ്ഞ അവളില്ല. ആരാ? അലീന. അയ്യോ ചന്ദ്രന്റെ കാലിന്റെ ഇടയിട്ട് ചൂട് വരച്ച് എന്താ ജോക്കി? ഞാനിട്ടാ ചിലപ്പോ ഇവൻ എന്തേലും ജോക്കി വെറുതെ എക്സ്ചാറ്റിലേ അലീന ഡ്രോപ്പ് നമ്പർ എന്ന് പറഞ്ഞ ഒന്ന് മെസ്സേജ് ഇട്ടെ. ഞാൻ പറഞ്ഞു വാസു. എന്താ നിന്റെ സൗണ്ട് ഒക്കെ പെട്ടെന്ന് അങ്ങ് താന്നത്? നീ ഇത്ര ആറ്റിറ്റ്യൂഡിലാണോ ബാക്കിയുള്ളവരോട് സംസാരിക്കുന്നത്? മനുഷ്യന് ആദ്യം വേണ്ടുന്നത് എന്താണെന്നറിയോ? എന്താ എന്ത് മര്യാദ? സൗമ്യമായി പെരുമാറാനുള്ള ഒരു ഇതാണ് മനുഷ്യന് ആദ്യം വേണ്ടുന്നത്. മനസ്സിലായേ? അല്ലാതെ നിന്റെ ഇങ്ങനെ ഫോൺ എടുക്കുമ്പോഴേ ആറ്റിറ്റ്യൂഡ് ഇട്ട് അഹങ്കാരം കാണിച്ചാൽ നീ ഒന്നും അധികം നാൾ ഉണ്ടാവൂല. നിന്റെ അമ്മ എങ്കേ? നൈറ്റ് ഇട്ട് വെളിയിൽ പോയെന്നല്ല, നേരത്തെ കൂടെ ഇന്നലെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് ഇവളുടെ സൗണ്ട് കേൾക്കുമ്പോഴേ എനിക്ക് ഇറിറ്റേഷൻ വരും. എനിക്ക് ജോക്കി ഇവളാണ് ഫുൾ ടൈം അവരുടെ കൂടെ നടക്കുന്നത്. ഹലോ എടാ, നിന്നോട് യാര് ഫോൺ അവളുടെ കൊടുക്കാൻ? ഊങ്കട്ടതാ ഞാൻ പേസിട്ട് ഇരുന്നേ. കണ്ടവരുടെ ഫോൺ മേടിച്ച് സംസാരിക്കണ. എവിടെ ഉണ്ട് നിങ്ങളിപ്പോ? തമിഴ് പഠിക്കണം. ജോക്കി എവിടെ ഉണ്ടെന്ന് പറ, അവിടോട്ട് അല്ലല്ല ഇങ്ങ വരാതെ ഇങ്ങ വരണ്ട. ഇസഡല്ല அங்க நிறைய ஆளுங்க இருக்கும். இது நம்ம வந்து ரகசியமா டிஸ்கஸ் பண்ண மேட்டர். இப்ப சிட்டில മെയിലാ? ഇല്ല, അമ്മ വേണമെന്നില്ല. ഇപ്പൊ തൽക്കാലം ഇവിടെ ഈ സിറ്റിയിൽ അധികം ആൾക്കാർക്ക് പോവാൻ താല്പര്യമില്ലാത്തൊരു സ്ഥലം എന്ന് പറയണത് ആ മറ്റേ പെണ്ണുമ്പോൾ നടന്ന സ്കൂളാ. അവിടെ ഇവരുടെ ഈ അതേ കട്ട് ചെയ്തോണ്ട് ബാക്കി കേൾക്കാൻ ചോദിക്കി. അങ്ങേറെ അണ്ടി ഓഫീസ് എന്നാ പറഞ്ഞത്. അവളെ അണ്ടി എന്നല്ല പറഞ്ഞത്. നമുക്ക് അങ്ങോട്ട് പോവാ. ഇത് ഇന്നത്തേക്ക് ഒരു തീരുമാനം. എനിക്ക് ഇഷ്ടം പരിപാടികളുള്ളത്. ഇതൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഞാൻ നടക്കുന്നത്. ഫോൺ വേറെ ആൾക്കാരെ കൊടുക്കരുതെന്ന്. എവളോ വാട്ടി
ആ സ്കൂളിൽ വാ. അന്താ ഇവന്റെ ഇത് ചന്ദ്രന്റെ തന്നെ. ഇത് ആരാ പറഞ്ഞ ഇവന്റെ ഒന്നും അല്ലെന്ന്. അന്താ മൊരട്ടച്ചിയും കൂടെ വിളിച്ചോണ്ട് വാ. ജോക്കി വാ, നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. ഗ്യാങ് ഹൗസ് മൊത്തം ഉണ്ടല്ലോ. ഇതാണ് രഹസ്യമായിട്ട് സംസാരിക്കാൻ വന്നേ. കഥ പറഞ്ഞ ആറ്റിറ്റ്യൂഡ്. ഇതാരൊക്കെയാ ഇത്? പഠിക്കാൻ പോലും ആരില്ലാത്ത ഒരാളുടെ വീട്ടിൽ എന്തിനാണ് ഈ അടച്ചിട്ടേക്ക്? എനിക്ക് മനസ്സിലായില്ല. ഒരു മനുഷ്യനുള്ളിൽ പഠിക്കാൻ വേണ്ടി ഒരു സൂര്യബോസ് ഉണ്ട്, വേറെ ആരും ഇല്ലല്ലോ. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കണ്ടായിരുന്നു. പലവട്ടം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇനീഷ്യൽ ഒന്നും ഇല്ലെന്ന്. പരുന്തുവാസു അത് മതി. എന്റെ എക്സ് ആയിരുന്നിടത്തോളം നിങ്ങൾക്ക് എനിക്ക് ഇനിഷ്യൽ ഇടാം. പരുന്തുവാസു എക്സ്. ഹലോ ഇങ്ങേറ അടുക്കളക്ക് തീ പിടിച്ചത്. ഇങ്ങേറ ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്ക് വെളിയില്. സംസാരിച്ചൊന്നും കേട്ടില്ലേ? ആ പിന്നെ ഞാൻ കേട്ടായിരുന്നു. പലരിക്കടല കൊടുക്കാനുള്ള പൈസ. இந்த மூஞ்சிக்கிட்டையும் வராதுன்னு சொல்லு. എടാ നിങ്ങൾ എല്ലാരും ഒന്ന് അങ്ങോട്ട് മാറിക്കോ. എല്ലാരും ഇങ്ങോട്ട് മാറിക്കണം. ആ വിവരം ഉള്ളതിന് ആ വിവരം ഉള്ളു. അവിടെ പോയി വിളിക്കണം ജോക്കി. എനിക്ക് പറ്റൂല, ഞാൻ പോത്തില്ല. അത്ര വിവരം ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചോട്ടെ, നമ്മളൊരു വീട് വെക്കുവാണെങ്കിൽ അതിനകത്ത് എത്ര സ്പേസ് കാണും കക്കൂസിന്? കുറച്ചധികം. ഇവിടുത്തെ പിള്ളേർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ലൂസ് മോഷൻ വരും ജോക്കി. അത് കാരണം നമ്മൾ എറിഞ്ഞു ദൂരമാണോ പിള്ളേര്? നല്ല അപ്പി ഫുഡല്ലേ ജോക്കി കൊടുക്കുന്നത്. ഇതിനകത്തൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. സ്കൂളിനെക്കാട്ടിലും വലിയ കക്കൂസ്. ചന്ദ്രന്റെ മോനെ ചില സമയത്ത് അവന്റെ അച്ഛനെ പോലെ എറിഞ്ഞു തൂറാറുണ്ട്. അത് കാരണം നമ്മൾ കുറച്ച് സ്പേസ് അവന് കൊടുത്തിട്ടുണ്ട്. എറിഞ്ഞു തൂറുന്ന ടീച്ചർമാരൊക്കെ പഠിപ്പിച്ച എറിഞ്ഞു തൂറും. മനസ്സിലായോ പിള്ളേര്? എനിക്ക് ഇഷ്ടപ്പെട്ടെ. പ്ലീസ് നോട്ട് ക്ലിപ്പ് കട്ടിയാണേ. പറഞ്ഞോളൂ, എന്താണ് നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് പറയാനുള്ള മിസ്റ്റർ പരുന്തുവാസു എക്സ്? ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബം കുറെ നാളായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും കല്യാണം കഴിക്കണ്ട എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. പണ്ടുതൊട്ടേ ഞങ്ങൾ അങ്ങനെയാണ്. ഞങ്ങൾക്ക് അങ്ങനെ പെമ്പിളടുത്തൊന്നും അങ്ങനെ വലിയ താല്പര്യവും കാര്യങ്ങളൊന്നുമില്ല. എക്സാക്ട്ലി. ഞങ്ങളങ്ങനെ പിള്ളേരെ ഒന്നും അടുപ്പിക്കാറില്ല, അങ്ങനെ അധികം ഇന്ററാക്ട് ചെയ്ത് സംസാരിക്കാറില്ല. ഞങ്ങൾക്ക് വാറ് പിന്നെ ഗ്യാങ്ങിന്റെ കാര്യങ്ങൾ, ഗ്യാങ്ങൊക്കെയാണ് പ്രയോറിറ്റി. ആൻഡ് കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് നമ്മളിവിടെ ടോപ്പായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. ആൻഡ് ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പം നമ്മളത് കംപ്ലീറ്റ്ലി നമ്മുടെ അതിനകത്ത് അലോ ചെയ്തിട്ടില്ല. അത് അങ്ങനെ കീപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഗോഡ് ഫാദറിന്റെ മൈൻഡ് മാറി. കാരണം പുള്ളി ഇത്രയും നാള് പുള്ളിയുടെ അമ്മായിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അമ്മായി മരിച്ചു പോയപ്പോഴത്തേക്കിന് പുള്ളിയുടെ കാര്യങ്ങളൊന്നും ടേക്ക് കെയർ ചെയ്യാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഇനി മുന്നോട്ട് അങ്ങനെ അല്ല ജോക്കിക്കല്ല ഞാൻ പറഞ്ഞു വരുന്നത് കേക്ക്. സുമതി ചത്തോ സുമതി ജീവിച്ചോ എന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല നിനക്ക്, മനസ്സിലായോ? സുമതി ആയിക്കോട്ടെ അമ്മ. എനിക്ക് പല അമ്മായിമാരും ഉണ്ട്. എല്ലാ അമ്മായിമാരെ അങ്ങ് അറിയണോ? ഹലോ കൊക്കാണത്. ഹലോ കേക്കാവോ? നിന്നെ ഇവിടെ കാണുന്നില്ലായിരുന്നല്ലോ കുറച്ച്. ഞാനോർത്ത് ആരാണ്ട് ഫ്രൈ ചെയ്ത് അടിച്ചെന്ന് നിന്നെ. നിന്റെ എന്റെ ആയിക്കൊണ്ടാ. നിന്നെ വരട്ടാനുള്ള മസാല ഞാൻ എപ്പോഴേ ടിവിയുടെ ഗ്യാങ്കോസി വെച്ചിട്ടുണ്ട്. നിന്നെ ഒരു ദിവസം ഞാൻ പൊരിക്കും. നീ നിന്നെ പറഞ്ഞു തരാം. നിന്നെ പറയിക്കാൻ നിന്നെ ഞാൻ പൊരിച്ച് തിന്നില്ലെങ്കിൽ നീ നോക്കിക്കോ കേട്ടാ. ചിമ്പാൻസി മറ്റേ വേറെത്തുണ്ടല്ലോ അവന്റെ ഗ്രില്ലും നിന്നെ ഞാൻ മസാല ഇട്ട് വരട്ടും. ഞാൻ നിന്നെ നോക്കിയോ. എനിക്ക് ഇങ്ങോട്ട് വരുമ്പോഴേ അങ്ങ് നെഗറ്റീവാ. മറ്റേ എലിയും കൊരങ്ങനും ശശികൊക്കും ദൂരപ്പോ എടാ ഇവള് പറഞ്ഞത് വെച്ചാൽ നിനക്ക് ദർശന എന്ന് പറഞ്ഞ പെൺകുട്ടിയായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ വാസു ഇതൊക്കെ സത്യമാണോ? എന്റെ പൊന്നു ജോഗി ഞാനൊരു കാര്യം പറയട്ടെ. ഈ മറ്റേ പണ്ടത്തെ സീരിയലുകളിലല്ലേ മറ്റേ ഇങ്ങനെ അഭിനയിക്കുന്നത് അതുപോലെ കുശുമ്പും പറഞ്ഞ് നടക്കുന്നതുകൊണ്ടാണ് ഇവളൊന്നും എങ്ങും എത്താതെ ഈ സ്കൂളിന്റെ ഇവിടെ ഇങ്ങനെ നടക്കണം. ആൾക്കാർ പോലും കയറാത്ത സ്കൂളായിട്ട് നടക്കണത് മനസ്സിലായ? ഇത് പണ്ടത്തെ
ഈ കൊക്ക് പറയാനൊക്കെ പറഞ്ഞൂടെ? പറഞ്ഞു എനിക്ക് ദേഷ്യം പറഞ്ഞു. ഞാൻ ഇവിടെ വരലെന്ന് പറഞ്ഞാണ്. ഇത് ഇവിടുത്തെ ഒരു മനുഷ്യനാണോ ഈ കുക്ക? അതെ അതെ സംസാരിക്കും. വെടിവെക്കല്ലേ വെടിവെക്കല്ലേ മോനെ. എന്റെ ശേഷം ഇത് ഈ പെണ്ണുപിള്ളക്ക് ബുദ്ധി എന്നിട്ട് അത് വിട്, അത് നമ്മൾ നോക്കിക്കോളാം. അത് എന്തുവാ നീ കൂടുതൽ ഇതാക്കാതെ. ഇനിയിപ്പൊ ഞാനും ദർശനം തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ അത് ജോക്കി നോക്കിക്കോളും. അതിൽ കുട്ടി കൈയെടുത്തേണ്ട കാര്യമില്ല. ആ നോക്കിക്കോളും. നീ ഏതാ പറയാൻ നമ്മുടെ ഇറക്കനെ കുറിച്ചിട്ട്? നീ ആരാ സത്യം പറഞ്ഞ? ഏതാ നീ ഇവിടെ പറയാൻ വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഞങ്ങള് പറയാൻ വന്ന കാര്യം അങ്ങോട്ട് കേക്ക്. പറയാൻ വന്ന കാര്യം അങ്ങോട്ട് കേക്ക്. സംസാരങ്ങൾ ക്ലിയർ ആയിരിക്കണേ. ഇവിടെ സംസാരിക്കുമ്പോൾ സംസാരങ്ങൾ ക്ലിയർ ആയിരിക്കണേ. അലീന കൂടുതൽ ഇംഗ്ലീഷ് ഒന്നും വേണ്ട, നമുക്ക് ഇംഗ്ലീഷ് ഒക്കെ അറിയാം. അലീനയുടെ സുഹൃത്തെന്ന നിലയ്ക്ക് എലി കുറെ നാളായിട്ട് ഈ എലിയും അലീനയും അലീനയും ചന്ദ്രനും അലീനയും തമ്മിലുള്ള ആ ഒരു ബന്ധമുണ്ടല്ലോ, കുറെ നാളായിട്ടുള്ള ദീർഘ ബന്ധമാണ്. മനസ്സിലായോ? ആത്മാർത്ഥ സ്നേഹം അത് തന്നെ. അപ്പൊ ഞാൻ വിചാരിച്ച് ഗ്യാങ്ങില് വേറെ ആർക്കും എതിർപ്പില്ല, ഗ്യാങ്ങില് വേറെ ആരും കല്യാണം കഴിക്കണമെന്നും താല്പര്യമില്ല. വാസുവിന്റെ അടുത്തൊക്കെ ചോദിച്ചായിരുന്നു, വാസുവിന് ഒരു താല്പര്യമില്ല കല്യാണം കഴിക്കാൻ. അതാണുങ്ങളാകുമ്പോ പലതും ചെയ്യും. അപ്പം നമുക്ക് ഈ ചില ആൾക്കാരെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ഓരോ സാധനങ്ങൾ ഇപ്പൊ ഓരോ സാധനങ്ങൾ ഉപയോഗിച്ച് നോക്കുമ്പോഴാണല്ലോ നമുക്കത് ബാഡ് അടിക്കുന്നത്. അതെ, അങ്ങനെ ഉപയോഗിച്ച് നോക്കി ബാഡ് അടിച്ചതാണ് എനിക്ക്. അതുകൊണ്ട് ഈ കല്യാണവും കളവാണോ ഒന്നും എനിക്ക് വേണ്ട. സംസാരങ്ങൾ ക്ലിയർ ആയിരിക്കണം വാസു, സംസാരങ്ങൾ ക്ലിയർ ആയിരിക്കണേ. അപ്പം ഞാൻ ആലോചിക്കുന്ന വെച്ചാൽ ഈ അലീനെ കുറിച്ച് എന്താണ് എലിയുടെ ഒരു അഭിപ്രായം? എനിക്ക് നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ. കാരണം അവളെന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് അല്ലേ. അത് മാത്രമേ ഉള്ളൊരു കുറവ്. സത്യം നോക്കി കാണുമ്പോ ഞങ്ങളെ സംസാരിക്കാൻ വന്നത് ഞങ്ങളെ ഇത് കുട്ടി, ഞാൻ ഒരു കാര്യം പറയട്ടെ. കുട്ടിക്ക് മറ്റേ വെട്ടിയിടാൻ വേണ്ടിട്ട് സോറി ടു ഇന്ററപ്റ്റ്. സാബു ചന്ദ്രൻ വെളിയില വെയിറ്റിംഗ്. കുറച്ച് ഡോർ തുറന്നു വിട മുടിയുമോ മാഡം? അലീനയ്ക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചു. ബ്രെയിൻ കൊടുക്കാവോ? കുട്ടിക്ക് ബ്രെയിൻ ഇല്ലല്ലോ. സോറി. ഞങ്ങളൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കല്ലോ ചന്ദ്ര. വാസന ഇങ്ങനെ മഴയാകുമ്പോ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല എനിക്ക്. സോ ഞങ്ങള് നമ്മുടെ ഗ്രാൻഡ് ഫാദറിന്റെ തീരുമാനം എന്താന്ന് വെച്ചാൽ, ഗ്രാൻഡ് ഫാദർ പുള്ളി ഗ്രാൻഡ് ഫാദർ നമ്മുടെ ഗോഡ് ഫാദറിന്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമൊക്കെ നമുക്ക് വലിയൊരു ഇതില്ലെങ്കിൽ പോലും അതുപോലത്തെ ഒരു ചെറുക്കനെയൊക്കെ എടുത്ത് വളർത്തി വലുതാക്കി എന്നുവെച്ചാൽ ആ ഒരു സ്നേഹവും കമ്മിറ്റ്മെന്റും പരിഗണനയൊക്കെ നമ്മൾ വളരെ കുറച്ച് പേരിലേ കണ്ടിട്ടുള്ളൂ. സോ അപ്പൊ ചന്ദ്രന്റെ അലീനയുടെയും കല്യാണം നടത്താൻ നമ്മൾ തീരുമാനിച്ചു എന്നല്ല, നമ്മളിങ്ങനെ ഒരു ഇവരുടെ അഭിപ്രായം കൂടി ഞാൻ ചോദിക്കണം. നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ചന്ദ്ര നിന്റെ അടുത്ത് ചന്ദ്ര, ഞാൻ പറയുന്ന കേക്ക്. നാളെ നീയും അലീനയും കൂടെ വന്ന് കാണണം, മനസ്സിലായോ? അലീനയും നീയും വന്ന് ജോക്കിയോട് സംസാരിക്കണം. നീ അല്ലേ പിന്നെ ആ പെണ്ണിനെ 24 മണിക്കൂർ വണ്ടിയിലും കയറ്റി അത് നിന്റെ അതിന്റെ തന്തയാന്ന് പറഞ്ഞു നടക്കുന്നത്. നമ്മുടെ കുടുംബത്തിന്റെ ഒരു മഹിമ. കുടുംബത്തിന്റെ മഹിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നീയും അവളും കൂടെ താമസിക്കണം. നീ ഒറ്റയ്ക്ക് വേണമെങ്കിൽ താമസിക്കാം. എനിക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റുവാണോ? സത്യം പറയാലോ. ഇതിനകത്താരെങ്കിലും കല്യാണം കഴിക്കുന്നതിനെ ഒരുമിച്ച് താമസിക്കണമെങ്കിൽ നിനക്ക് അവളെ അപ്പൊ വേണ്ടി ഇഷ്ടമല്ലേ? ഒരു സെക്കൻഡ്, ആ വാസന തന്നെ റൂളൊക്കെ ചെന്നറിയോ? ഇങ്ങനെ ഗേയാണ്, ഗേയാണ്. ചെറിയ കൊതമ്പച്ച് വലിയ തൊണ്ട. ആന പെറുന്ന സൗണ്ടായിരുന്നു കേട്ടായിരുന്നത്. എടാ ഞാനൊരു കാര്യം പറ ചന്ദ്ര, നീ
ഇത്ര നാളത്തെ നിങ്ങളുടെ ആഗ്രഹമല്ലാതെ ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത്. ആണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത്. ഇപ്പൊ ഞാൻ പ്രിപ്പയർഡ് ആണ് ശരിക്കും പറയാം. എനിക്ക് അങ്ങോട്ട് മനസ്സങ്ങോട് അല്ലല്ലേ ഞാൻ നിൽക്കുമ്പോ സംസാരിച്ചോ, കുഴപ്പമൊന്നുമില്ല. അന്ന് എന്റെ മനസ്സങ്ങോട് പ്രിപ്പയർഡ് അല്ലെന്നാ പറയണത്. പ്രിപ്പയർഡ് അല്ലെന്നോ? നമ്മൾ ഇത്ര നാള് അണ്ണു പറഞ്ഞായിട്ട് ഞങ്ങൾ വേറെ എടാ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് അത്ര നിർബന്ധമൊന്നുമില്ല. ഈ വാസുവിന് കല്യാണം കഴിക്കണ്ട, ബാക്കി ആർക്കും ഞാൻ കല്യാണം കഴിക്കണ്ട. അപ്പൊ നിനക്ക് മാത്രമേ സിറ്റിയില് ഒരു കൊച്ചുണ്ടെന്നും പറഞ്ഞ് നടപ്പുള്ളൂ, മനസ്സിലായോ? അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ നീ കല്യാണം കഴിച്ചോ, ഒരു കല്യാണം ഫസ്റ്റ് ആൻഡ് ഫൈനൽ. കേട്ടണ്ട സംസാരങ്ങൾ ക്ലിയർ ആണ്, കേട്ടല്ലോ. അല്ല അലീനയുടെ സമ്മതം കൂടി ചോദിക്കണ്ടേ നമ്മള്? അലീനയുടെ സമ്മതം ചോദിക്കും. ഇത്ര നാള് നിനക്കൂടെ സമ്മതമാണെങ്കിൽ നാളെ പെണ്ണ് കാണാൻ പോവാന്നുള്ള രീതിയിലാണ് ഇരിക്കണത്. പെണ്ണ് മൂഡ് മാറ്റല്ലേ എന്റെ മൂഡ് എപ്പോഴാ മാറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. മൂഡ് സിങ്സ് ആണേ. ഇപ്പൊ കെട്ടി എന്റെ പൊന്ന് ചന്ദ്ര, സീരിയസ്ലി എനിക്ക് വേറെ പണിയുണ്ട്, എനിക്ക് കുറെ കാര്യങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കല്യാണം പെട്ടെന്ന് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആഘോഷമായി, പന്തലായി, കുറച്ച് ദിവസം ഡാൻസ് പാട്ട്. ഇന്ന് ചെക്കന്റെ കല്യാണം കിടുമാസടാ പാട്ടൊക്കെ ഇട്ട് നമുക്ക്. ഇപ്പോഴാണ് എനിക്ക് സന്തോഷം ഉണ്ടെണ്ണ. ഈ സിറ്റി ഒത്തിരി പെമ്പിള്ളേര് മെഴുകാൻ പറ്റുന്നുണ്ട് ആവശ്യത്തിന്. ഞാൻ ലോക്കായി പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. എന്തൊരു ചിന്താഗതിയാടാ. അലീനെ പോലെ സ്നേഹിക്കുന്ന ഒരു പെങ്കൊച്ചുണ്ടായിരുന്നേ ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ഫ്ലേർട്ട് ഒന്നും ചെയ്ത് നടക്കൂലായിരുന്നടാ. അന്ന തേച്ച് ചെവറിലൊട്ടിച്ച സാധനം അവിടെ നിക്കട ചിരിച്ചോണ്ട്. അവളെ പറ്റിച്ചതല്ലേ? എന്ത് പറ്റിച്ച്? ഇവളെന്നെ പറ്റിച്ചതാ. നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടോ? പിന്നല്ലാണ്ട്. പെണ്ണ് കാണൽ നടത്താം, പെണ്ണ് കാണലിന്റെ അവസാനം നമുക്ക് എന്തെങ്കിലും അവിടെ നടക്കാം. ഇത് അവക്കൊട്ടും താല്പര്യമില്ലാത്ത കേസാണ്, മനസ്സിലായില്ല. അവക്ക് ഇങ്ങനെ കെട്ടണം നിർബന്ധം. ഞാൻ ഇന്നലെ പെണ്ണ് കാണൽ കേസാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് ആലോചിക്കാം. നമുക്ക് പെണ്ണ് കാണൽ കണ്ടിട്ട് അവിടെ ബാക്കി എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഉറപ്പാണേ. പിന്നെ இந்த பாத்ரூம்ல இருந்து ஒட்டு கேக்குறவங்கள துப்புடா ஒரு வாட்டி. ബാത്റൂം ഒട്ടിരിക്കണ തുപ്പാനാ? ആ സാബു എന്തോ പറഞ്ഞിട്ട് പോയി. ഒരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ സംസാരിക്കുന്നത് മറ്റൊന്നാണ്ട് ഇവിടെ എലി കേട്ടോണ്ടിരിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ ജോക്കി, പണ്ടേ സീരിയല് എനിക്ക് സത്യം പറഞ്ഞ സമയം കളയാനോ എനിക്ക് അതിനെ കേട്ടണ്ട എനിക്ക് നമുക്ക് നാളെ പെണ്ണ് കാണാൻ പോവാം. കണ്ടോ മതില് ചാടി വരുന്നത്. നാണമില്ലടി പിത്തക്കാടി ഇങ്ങനെ ഒരാൾ സംസാരിക്കുന്നു ഒളിഞ്ഞു കേൾക്കാൻ വേണ്ടിട്ട്. ചന്ദ്ര മറ്റേ അലീനയ്ക്ക് കെട്ടിച്ചതായോ. പക്ഷെ ഗാങ്ങില് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഗാങ്ങിൽ ഒറ്റ കല്യാണേ ഉള്ളൂ, പിന്നെ വേറെ കല്യാണം കളവണമെന്നൊന്നും പറഞ്ഞ് എന്റെ അടുത്ത് വരരുത്. ജോക്കി ഒന്ന് ചില്ലായേ ജോക്കി, ഒന്ന് ചില്ലാവ് പ്ലീസ് ജോക്കി. ഞാൻ പറയണ സമാധാനത്തോടെ കേക്ക് ജോക്കി. കല്യാണം അടുത്ത വർഷത്തിലോട്ട് വെച്ചിട്ട് മനസ്സമ്മ നടത്തിയാലേ അതല്ലേ ഒരു രീതി. നമുക്ക് ആദ്യം പോയി പെണ്ണ് കാണാം. എടാ ആദ്യം പോയി പെണ്ണിനെ കണ്ടിട്ട് പെണ്ണിന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് ചോദിക്കണ്ടടാ. നീ എന്താടാ ഇങ്ങനെ? ജോണോ? അലീനയുടെ അച്ഛൻ ജോൺ. അത് എവിടെ കൊന്ന വിഷം കൊടുത്ത് കൊറേ ഇത് കാണിച്ചപ്പോഴത്തേക്ക്. ആണല്ലേ? നല്ല ഫാമിലിയാണ് ജോക്കി, നല്ല ഫാമിലിയാ. അതാണ് ഇവിടെ നാളെ എന്നെയും കൊല്ലും അണ്ണനെയും കൊല്ലും. അതിപ്പോ നാളെ എന്താന്ന് വെച്ചാൽ അതിനൊരു തീരുമാനം നോക്കണം, മനസ്സിലായോ? നാളെ നമുക്ക് എന്നാ ജസ്റ്റ് ഒരു ഫോർമൽ ആയിട്ടാണ് നമ്മൾ ഇത്രയും കുടുംബം സിറ്റിയിലെ പിന്നെ അതല്ല പറയുന്നേക്ക്, നാളെ പെണ്ണ് കാണാൻ പോകുന്നതിന് മുമ്പ് ഒരു ഗ്യാങ് മീറ്റിംഗ് അർജന്റ് ആണ്. അത് വെക്കാം. നാളെ എല്ലാരും ഞാൻ കൊണ്ടുവരാം ഇവിടെ. അർജന്റ് ആണ്, ഒരു ഗ്യാങ് മീറ്റിംഗ് വെക്കണം. ബാക്കി പറയുന്നു. എടാ നാളെ ഇവരുടെ വീട്ടിലോട്ട്, നിന്റെ അമ്മയുടെ വീട്ടിലോട്ട് വരുമെന്ന് നമ്മൾ കുടുംബത്തോടെ. ഈ ചന്ദ്ര എങ്കിட்ட ചൊല്ലി അത് അലീന വന്ന് വിഷം കൊടുത്ത് കൊന്നെന്ന്. കള്ളം. താത്ത കോൾ ചെയ്യുമാ? നാളെ താത്താക്കിட்ட ചൊല്ല്, നാളെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഇருக்கு, നാളെ തന്നെ സിറ്റിയിൽ വരണമെന്ന് ചൊല്ലണം.
അത് അമ്മാവുടെ ലൈഫ് മാറ്റർ എന്ന് சொல்லு. കാൽ പണ്ട്ര. ഞാൻ പറഞ്ഞതുപോലെ ലഡു, ജിലേബി, അത് സ്വീറ്റ്സ്. ദർശനത്തെ പരിപാടി എന്താ ചോദിച്ചേ? എടാ നിനക്ക് മനുഷ്യന് തിന്നാൻ പറ്റുന്ന എല്ലാം പൊതിഞ്ഞുകൊണ്ട് അവിടെ വെക്ക്. ചായ അമ്മാക്കിട്ടെ ചായ കൊടുത്ത് അമ്മാവെ കുറച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രിപ്പയർ ചെയ്യിപ്പിച്ച് കൊണ്ടുവരണം. എനിക്കല്ല, ചന്ദ്രനാ ഇതാവണ്ടേ. ആ അപ്പൊ നീ അത് മുന്നിൽ നിന്ന് ചെയ്യണം, ഒരു മോനെ പോലല്ല, മോൻ താ. ഓൾ ഗുഡ് ജോഗി, എല്ലാം പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തു. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, അതിന് മുന്നേ കാര്യം മറക്കല്ലേ, ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കുക കേട്ടോ. അല്ല അതിന് മുന്നേ മറ്റേ ഗാങ് മീറ്റിംഗ് വേണോന്ന് മറക്കല്ലെന്ന്. ഗ്യാങ് മീറ്റിംഗ് സെറ്റ് ചെയ്യാം. ഇതൊരു ഒരു ബസ്സിലാണോ നമ്മളപ്പോ പോന്നെ? ബസ്സിലാണോ പോന്നെന്നോ? ആ ബസ്സിൽ പോണം, നമ്മൾ ഇത്രയും പേരല്ലേ. അല്ല സെറ്റല്ല, നാളെ ദർശനം വിളിക്കുന്നെന്നും പറഞ്ഞു പോയി നിന്നെ. ആര്? എടാ ചന്ദ്രൻ എങ്ങോട്ട് വന്നേ? സത്യം മാത്രം പറയാ. സത്യം മാത്രമേ പറയൂ. സത്യം പറ, എല്ലാരും സത്യം മാത്രം പറ. എല്ലാരും സത്യം മാത്രം പറ. ദർശന ആരാ? ദർശന അണ്ണന്റെ സെറ്റപ്പ്. എന്റെ പൊന്ന് ജോഗി, ഞാൻ പറയില്ല. എന്റെ പൊന്ന് ജോഗി, ദർശൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. എന്നാ നമുക്കൊരു ദർശനം വിളി. കോച്ച് ദർശനം വിളി. സ്പീക്കർ ഞാനൊന്നും പറഞ്ഞില്ല. ജോഗി തന്നെ ചോദിച്ചോ. അണ്ണ ഒന്ന് വന്നേ. കൊലട്രാക്കോ ഒരു പറയാക്കത്തില്ല, നീ പറഞ്ഞു. അണ്ണു ഇത് അതന്നെ ദർശന കോളാക്കി. പെറ്റതാ. മറലി ഫോൺ എടുക്കുന്നേ ട്രീസ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. ട്രീസ ഇവിടെ പുതിയതാണോ? കൊറേ നാളായിട്ടുണ്ടല്ലേ. ട്രീസയുടെ കല്യാണം കഴിഞ്ഞാണോ? അവൻ അല്ല സിംഗിൾ ആണോ? ചന്ദ്രൻ ഭയങ്കര ശല്യാണ്. ചന്ദ്രൻ എപ്പോഴും എന്നെ ഉപദ്രവിക്കും ഭയങ്കരമായിട്ട്. അവനെങ്ങനെയാണ്? അവന് ഈ പെമ്പിള്ളാരുടെ അടുത്തൊക്കെ സംസാരിക്കണം എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. പറടാ. അണ്ണ എന്തിനാ ലൈവ് ബ്ലാസ്റ്റ് അടിച്ചത്? അണ്ണ ലൈവ് ബ്ലാസ്റ്റ് അടിച്ചെന്തിനാ ദർശനെ? ലൈവ് ബ്ലാസ്റ്റ് അതെന്താ മനസ്സിലായില്ല അണ്ണന്? ഇല്ല. എന്താ ചോക്ക്? അണ്ണ ലൈവ് ബ്ലാസ്റ്റ് അടിച്ചാ? ലൈവ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ എന്താ? അണ്ണ ലൈ എന്ന് പറഞ്ഞ എന്താ? കള്ളം. കള്ള. ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ എന്താ? ചന്ദ്ര നിന്റെ സ്റ്റാൻഡേർഡ്. സംസാരങ്ങൾ ക്ലിയർ ആണ് ചന്ദ്ര. എന്തിനു വർത്താനമാണ് പറയണത് നീയൊക്കെ? അല്ലല്ല ഞാൻ ഇത് അറിയണ നാളെ സമയത്ത് വരണേ കേട്ടാ. ചുമ്മാ ഇനിയിപ്പോ എങ്ങനെയാണ് 10 ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളോ? എടാ ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കട്ടാ. നിന്റെ ചീവീട് ചെവിക്കാത്തോട്ട് കേറണ്. പറ. ഞാൻ എല്ലാ ദിവസവും എനിക്കിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കല്യാണം കഴിക്കാൻ പോണോ? ചിലപ്പോ കല്യാണം കഴിക്കും, കൊച്ചുങ്ങളെ ഉണ്ടാക്കും. എക്സിന് എന്താണ് ഇതൊക്കെ അറിയേണ്ട ആവശ്യം? അല്ല വെറുതെ ചോദിച്ചേ ഉള്ളൂ. ചോദിച്ചേ ഉള്ളൂ. ഫോൺ കളഞ്ഞു പോയോ? അല്ല പിന്നെ നിങ്ങൾ നാളെ എത്ര മണിക്കാ വരുന്നതെന്ന് പറയുവോ? ഞങ്ങള് നാളെ ഒരു 7:30 7:45.
ഓ രാവിലെ വെളുപ്പാങ്കാലത്ത്. അല്ല വൈകിട്ട് ഓ വൈകിട്ട് 7:30. വൈകിട്ട് 7:30. എന്റെ പൊന്നെ പെണ്ണുമ്പിള്ള രാവിലെ 7:15 കഥ കാണാൻ അത് പശുവല്ലോ വന്നു വൈകുന്നേരം വരും. ഞാൻ കാര്യം പെട്ടണ്ണ അണ്ണ ഇതെല്ലാം കഴിക്കണേ എനിക്ക് അണ്ണ ഇവക്ക് എന്നെ ഇഷ്ടമായിരുന്നു ഈ ഇവക്ക് ട്രീസൊക്കെ ഇവക്ക് പണ്ട് എന്റെ അടുത്ത് ഇല്ലല്ല പറയട്ടെ അത് ഞാൻ പറയണം അത് പറയണം അന്ന് ആ സമയത്താണ് അലീനയുടെ അപ്രോച്ച് മനസ്സിലായില്ലേ അന്നേരത്തെ ഇവക്കൊരു നിരാശയാണ് എന്റെ അടുത്ത് അണ്ണ ഇവക്ക് സത്യം പറഞ്ഞ എന്റെ അടുത്ത് നിരാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പുറകെ നടന്നിട്ട് അന്നേരം അലീന ഇടിച്ചു കയറിയിട്ട് വന്നിട്ടല്ലേ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് എന്റെ പുറകെ നടന്നെ വളച്ചേ സംസാരിക്കണേ ഇത് കൊറേ ആയല്ലോ ഇത് യൂസ് ചെയ്യരുത് നമ്മള് അതല്ല മണി പിടിച്ച് തുടച്ചു വിടറാ. സിക്സിനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. മിസ്റ്റർ പെരുന്തുക സിക്സ് ഇങ്ങോട്ട് വരൂ. എടാ ഒരു ലൈറ്റ് ഉണ്ട് സൂര്യ ലൈറ്റ് ഉണ്ടോ? ഹലോ മിസ്റ്റർ പെരുന്തുക സിക്സ്. യെസ് പറഞ്ഞു. ആ ഒന്നും പറയല്ല വന്നാ മൂടങ്ങ്. ചന്ദ്രൻ ഇവിടെ വരും. വാസു പറ സാബു. അവകിட்ட സംസാരിച്ച് ജോക്കി എന്താ സംസാരിച്ചാലും ഉള്ളത് പറ ലൈക്ക് പെരുസ ഒന്നും നടന്നിട്ടില്ലല്ലോ അഭിനത്തും சொல்லிട്ടുണ്ട്. നിങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. അവളെ വിളിച്ച് വെറുതെ ആരാന്ന് ചോദിച്ചാൽ അവള് ഫ്രണ്ട് എന്നേ പറയുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു സാബു അടി കുറുമ്പ് കൂടുന്നുണ്ട സാബു. ഇവിടെ അറിയാ പേര് വരാൻ പോണ സാധനമാണ് ഗൈസ്. അത് അതൊന്ന് ഇതാക്കി കൊടുക്കണം. തുറക്കൂല്ലേ കോച്ച്? ഹലോ മാഡം കൊച്ചുങ്ങൾക്ക് വേണ്ടി ഞാൻ തുറക്കും. അടിയേ തുറക്കി അണ്ണ പുറത്തായി അണ്ണ ഞാനിവിടെ വെളിയിലുണ്ട്. വാ അണ്ണകത്താ ഞാൻ വെളിയിലുണ്ട്. പുറത്തേക്കുന്നു അണ്ണ ഇന്ന് ഇങ്ങോട്ടൊന്ന് എല്ലാവർക്കും എന്ത് അണ്ണകത്തായിരുന്നു എന്റെ കണ്ണില് കണ്ണും പോയി അണ്ടി അണ്ണ ഇങ്ങനെ മൊശ ഭയങ്കര അണ്ണ പ്രായത്തിന്റെയാണ് കേട്ടോ ഇത്. മൊശട്ട സ്വഭാവമാണ് കേട്ടോ ഇപ്പം. എടാ ഞാൻ അതാ പറഞ്ഞു ഇങ്ങോട്ട് വന്നേ. അതുപോലെ പറഞ്ഞു കൊടുത്തു. ഞാൻ പറയണത് ഇത്രേ ഉള്ളൂ. പുള്ളിയുടെ ഒരു സമാധാനത്തിന് വേണ്ടിട്ട് നീ ആ പെണ്ണ് കാണല്ലെങ്കിൽ നടത്തിക്കൊടുക്കും. പ്രായമായിരിക്കും കുഞ്ഞിക്കാലാണെന്നുള്ള ആഗ്രഹമല്ലേ? അതൊന്നും അല്ല. എന്തെങ്കിലും ഒരു സന്തോഷം വേണ്ടേ പുള്ളിയുടെ ജീവിതത്തിൽ? എന്നാ ഞാൻ ആടെ സെറ്റ് ആയി കൊടുക്കട്ടാ. പുള്ളിക്ക് ഒരു സന്തോഷമില്ല, പുള്ളിക്ക് ഒരു താല്പര്യം ഇല്ല. അത് ഞാൻ എന്താ അണ്ണൂര് ലൈവ് ബ്ലാസ്റ്റ് അടിക്കാൻ കൊടുക്കട്ടാ ആരെങ്കിലും സെറ്റ് ആക്കി. ലൈവ് ബ്ലാസ്റ്റാ ജോക്കി പോയെന്ന് തോന്നട്ടാ. അമ്മാവന്റെ സ്വഭാവമായി ഇപ്പൊ പോയി കരിച്ചു പോയി. ഇവിടെ നിന്ന് ചവിട്ടി ആക്സിഡന്റ് നോക്കി വേണിട്ട് ചവിട്ടറ് കൂട്ടം കൊണ്ടുപോയി അണ്ണൂനെ. എവിടെ കൊണ്ടുപോയി? അത് വരുന്നണ്ണ അണ്ണൂന് ഭയങ്കര എന്തോ ഒരു ലൈവ് ബ്ലാസ്റ്റിൽ തീരുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. ഇത് ഇവൻ ആകെ 3 അടിയല്ലേ ഉള്ളൂ. പിന്നെ മേടിക്കണേ പിടിച്ചറിയണം അവനൊക്കെ മിക്ക ഭാരമായിട്ട് പറയണം. ആ ഇടിച്ച് അത്ര സൂപ്പർ അണ്ണ സൂപ്പർ. അയ്യോ സോറി അല്ലേ, അറിയാതെ പറ്റിയതാണേ. എന്തായാലും എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അയ്യോ എടാ എനിക്ക് എന്റെ ഓറ പോയടാ. എന്തൊരു വിളിയാണ്? ഫുൾ അമ്മ 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 ആയാം ജന്മ കണ്ണാപ്പി ഓൾസോ നോൺ സീരിയ കണ്ണാപ്പി. വെടിവെക്കല്ലേ അമ്മ, വെടിവെക്കല്ലേ അമ്മ, വെടിവെക്കല്ലേ. എന്തൊരു വിളിയാണ്? ഫുൾ അമ്മ 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 എന്തൊരു വിളിയാണ്?
ഫുൾ അണ്ണ 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 വണ്ടി പോലും ഇവിടെ നിർത്താതെ പോകും. ക്ലിപ്പായെന്ന് സത്യം ഇത് ക്ലിപ്പായി. ഹലോ, ഞാനൊരു അധികപ്പെട്ടിലൊരു കാര്യം ചെയ്തു പോയത് അബദ്ധമായി പോയി ജോക്കി. അധികപ്പെട്ടില് വണ്ടി ഇടിച്ച് തെറിപ്പിച്ചു. ഞാൻ കാര്യം പറയട്ടെ, നിനക്ക് എന്താണ് പ്രശ്നം? നിനക്ക് ഈയിടെയായിട്ട് എന്ത് അധികപ്പെട്ടില് വണ്ടി ഇടിച്ച് തെറിപ്പിച്ചു. കാര്യം പറയട്ടെ, നിനക്ക് എന്താണ് പ്രശ്നം? നിനക്ക് ഈയിടെയായിട്ട് എന്ത് ഇളക്കമാണ്? എന്താണ് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ജോക്കി. ഞാൻ കാമാൻ കൊയറ്റാണ് ജോക്കി. പണ്ടത്തെ പോലത്തെ ആ പരുന്തുവാസ് എന്ത് പറഞ്ഞാലും ചൂടാവുക ഇതൊക്കെ ചെയ്യുന്ന പരുന്തുവാസിനെയാണോ ജോക്കി ഇപ്പൊ കാണുന്നത്? ഞാൻ എന്ത് ചില്ലായിട്ട് ഇവരുടെയൊക്കെ കൂടെ ഇരിക്കുന്നേ. അതല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ ഒരു മൊത്തത്തിൽ 24 മണിക്കൂർ ഓരോ പെണ്ണുങ്ങൾ നമ്മുടെ ഗ്യാങ് മൊത്തത്തിലുണ്ടല്ലോ. മയമാണ് സീരിയസ്ലി. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ജോക്കി, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ജോക്കി ഒന്ന് ഇന്നലെ എന്താ ജോക്കി വരാൻ? ഇന്നലെ നമ്മുടെ ഗ്യാങ്ങിന്റെ പൗരുഷം കാണുമായിരുന്നു ജോക്കി. ഇന്നലെ വരണമായിരുന്നു. ഇന്നലെ അല്ലേ പെരുന്നാൾ അടിച്ച അവന്മാരെ നിലം തൊടിയിക്കാതെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ജോക്കി എന്ത് പറഞ്ഞാലും എന്തിനാ ജോക്കി? ഞാൻ ഇത്ര ഓറയിൽ എന്റെ ഗ്യാങ്ങിന്റെ കാര്യം പറയുമ്പോ ജോക്കിയാണ് ഇപ്പൊ പെണ്ണുങ്ങളെ പറ്റി പറയുന്നത്. 35 കോടി മാസം. ഇല്ല, നിനക്ക് ഗ്യാങ് ഫണ്ട് വേണമെങ്കിൽ ഞാൻ ഇതാക്കി തരാം ഈ മാസം. കാരണം വെളിയിലത്തെ അത്രയും വലിയൊരു വർക്കാണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. കഴ നോക്കണേ ജോക്കി, കഴപ്പ്. നിങ്ങൾക്കൊന്നും കുട്ടിക്കളി മാറിയിട്ടില്ല കേട്ടോ. ജോക്കി എനിക്കിതൊന്നും ഇഷ്ടമല്ല ജോക്കി. ഇനി എന്തിനാ ജോക്കി ഇങ്ങനെ ഈഗോ കാണിക്കുന്നത് സ്വന്തം ടീമിലുള്ള? ഇവനെന്തോ എടാ അതിനൊരു കഴിവ് വേണം. എന്താടാ നിങ്ങളുടെ? എനിക്കിത് ഇഷ്ടമല്ല ജോക്കി. എനിക്ക് ആരോ ചത്ത് കിടക്കുന്ന അവിടെ. അല്ല ഇത് പോട്ടെ നമ്മളെ കൂട്ടത്തില്ല. ഇത് കണ്ട വെയിറ്റ് ചെയ്തിരിക്കുക. അതിനെ കൊണ്ട് പറ്റത്തില്ല. കണ്ട വേറെ ആരെയും ഇടിച്ചു. ഹലോ കുട്ടി സോറി കുട്ടി, അറിയാതെ തട്ടിയതാണെന്ന് പറയാൻ വന്ന് വീണ്ടും തട്ടിയതാ കേട്ടോ. ഷർട്ടൂരാനാ ചുട്ടൂന്നല്ലേ വിളിച്ചപ്പോ? ആര് ചുട്ടൂന്നല്ലേ വിളിച്ചത്? അത് അങ്ങനെ എന്താ കേട്ടല്ലേ ഞാൻ കേട്ടത്? അണ്ണ അങ്ങനെയാണ് കേട്ടത്. ചുട്ടൂന്നാണ് വിളിച്ചത്. എന്തോ നിന്റെ പേര് ചുട്ടൂന്നാണോ? അല്ല, ചന്ദ്രൻ നിന്റെ പേര് ചുട്ടൂന്നാണോ? അപ്പൊ എന്റെ പേര് എന്തായാലും ചുട്ടൂന്നല്ല. അപ്പൊ ചന്ദ്രനായിരിക്കും. ചന്ദ്രനായിരിക്കും. അവര് സംസാരിക്കട്ടെ. വെളിയേക്കാൻ വേണ്ടിട്ട് നടക്കുന്നത് എല്ലാരെയും ഇടിച്ചങ്ങ് തെറിപ്പിക്ക്. നീ എല്ലാരെയും കൊല്ലു. നീ മരത്തിന്റെ മോളിൽ പോയിരിക്കുന്നു. ഞാനൊരു വണ്ടി അറിയാതെ തട്ടി തെറിപ്പിച്ചല്ലേ ഇവിടെ? അറിയാതല്ല, സ്പീഡിൽ വന്നു. ഒരു ഫോൺ വാങ്ങിക്കണമായിരുന്നല്ലോ ജോക്കി. ഇപ്പൊ കണ്ടോ, ഇപ്പൊ പീഡി അനൗൺസ്മെന്റ് വരും. നിങ്ങൾ ബീച്ച് മൈതാനത്തിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല. ഇപ്പൊ വരും. അതെന്താ? ആരാടാ അവിടെ ഇരിക്കുന്നത്? പിന്നെ സത്യമല്ലേ?